അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, വ്യക്തികൾ ചേർന്നാണ് സമൂഹം രൂപം കൊള്ളുന്നത്. സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരെന്തെല്ലാം അർഹിക്കുന്നതുണ്ടോ, അവരെന്തെല്ലാമാണോ അർഹിക്കുന്നത്, അതെല്ലാം ലഭ്യമാകുന്ന ഒരവസ്ഥ നിലവിലുണ്ടാവണം. ഈ അവസ്ഥയെയാണ് നമ്മൾ നീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരാഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന അവസ്ഥയല്ല നീതി എന്നത്. മറിച്ച് ഓരോ വ്യക്തിക്കും അവർ അർഹിക്കുന്നത്, യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് എന്താണോ അത് ലഭ്യമാകുന്ന അവസ്ഥയാണ് നീതി. ഈ നീതിയുടെ ഒരു കാവൽക്കാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, വരാൻ പോകുന്ന ഒരു പ്രവാചകന്റെ അടയാളമായിക്കൊണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അടയാളമായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം, യേശു ക്രിസ്തു പഠിപ്പിച്ചത്, അവൻ വന്നാൽ സകല നീതിയിലും ലോകത്തെ വഴി നടത്തുമെന്നാണ്. എല്ലാ നീതിയിലും ലോകത്തെ വഴി നടത്തുന്നവനായിരിക്കും ഇനി വരാൻ പോകുന്ന പ്രവാചകൻ എന്ന് ഈസാ നബി അലൈഹി സ്വലാം പ്രവചിച്ചതായി നമുക്ക് ഇന്നത്തെ ബൈബിളിൽ കൂടി, അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ ബൈബിളിൻ്റെ ഇന്നത്തെ അനുയായികൾ നൽകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു നീതി സ്വന്തക്കാർക്കെതിരാണെങ്കിൽ പോലും നടപ്പിലാക്കുവാൻ വേണ്ടി പ്രത്യേകം നിഷ്കർഷിച്ച വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഒരു നീതിയുടെ പ്രത്യേകത, നീതി സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ ശാന്തി ഉണ്ടാകുന്നത് എന്നതാണ്. എപ്പോൾ അനീതി സമൂഹത്തിലേക്ക് കടന്നു വരുന്നുവോ അപ്പോൾ സമൂഹത്തിൽ അശാന്തി രൂപപ്പെടും. നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന മിക്കവാറും എല്ലാ അശാന്തിയുടെയും അശാന്തിയുടെ ബാക്കി പത്രങ്ങളായി രൂപപ്പെടുന്ന എല്ലാ രൂപത്തിലുള്ള ദുഷ്പ്രവണതകളുടെയും, അത് നശീകരണാത്മകമായിട്ടുള്ള ഇടപെടലുകളുടെയും, അതേപോലെ ഭീകരമായ സംഹാര താണ്ഡവങ്ങളുടെയെല്ലാം പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള അനീതിയായിരിക്കും. ദീർഘകാലമായി അനീതി അനുഭവിക്കുന്നവരുടെ പ്രതികരണങ്ങളായിരിക്കും. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിൽ പോലും ആധുനിക ചരിത്ര സാമൂഹ്യ വിശാരദനായ വില്യം റീഹ് അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം, ദ മാസ് സൈക്കോളജി ഓഫ് ഫാഷിസം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നൊരു വസ്തുതയുണ്ട്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായും മറ്റൊരു വാഹനവുമായി ഈ ബസ് തട്ടുകയോ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബസ്സിനെ ന്യായീകരിക്കാനുള്ളൊരു പ്രവണത പലപ്പോഴും നമ്മൾ കാണിക്കും. അതിൻ്റെ കാരണം എന്താണ്? അതിന് കാരണം പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, അത് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സാണ് എന്നത് മാത്രമാണ്. അപ്പോൾ ഇതേപോലെ പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ, നമ്മൾ ഉൾക്കൊള്ളുന്ന വിഭാഗത്തെ, അതിനെ പലപ്പോഴും നമ്മൾ തെറ്റുകളിൽ പോലും പിന്തുണയ്ക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മിൽ രൂപപ്പെടുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഹിസ്ബിയത്ത് അഥവാ കക്ഷിത്വം എന്നത്. നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായാലും സംഘടനയായാലും നമ്മുടെ കുടുംബങ്ങളായാലും നമ്മുടെ സ്ഥാപനങ്ങളായാലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളായാലും അവിടെയെല്ലാം ഹിസ്ബിയത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നശീകരണത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ ഒരു ഹിസ്ബിയത്തിന് വേണ്ടി, കക്ഷിത്വത്തിന് വേണ്ടി, വർഗീയതയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, അതിനുവേണ്ടി മരിക്കുന്നവൻ പോലും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം ഇതാണ്. ഈ രൂപത്തിൽ നീതിയുടെ വിളനിലമായിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള നീതി അത് പരിപൂർണമായും പ്രസരിക്കുന്ന കേന്ദ്രങ്ങളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭ്യമല്ലാത്ത, കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂടിൽ വെന്തിരിക്കുന്ന അവസ്ഥയിൽ, വിയർപ്പിൽ മുങ്ങുന്ന അവസരത്തിൽ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമാരാണ് നീതിമാനായ ഭരണാധികാരിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നീതിയെ, അതിന് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.